സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സിന്റെ സമരം അവർ 3 പേരോടെ നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നു. UDF MLA മാർ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അവർക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും വരെ അവർക്കൊപ്പം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് UDF MLA മാർ അങ്ങോട്ടേക്ക് എത്തിയത്. വലിയ ചൂടാണ്, നിരാഹാരം ഇരിക്കുക. അത് ഇത്രയും ദിവസങ്ങൾ ഈ കൊടും ചൂടിൽ അവർ അവിടെ ഇരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ആണ് ഇപ്പോൾ ഈ നിരാഹാരം തുടങ്ങിയിരിക്കുന്നത്. വലിയ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല. അതുമാത്രമല്ല, അവരെ വല്ലാതെ പരിഹസിക്കുന്നു എന്ന വിമർശനമാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചത്. ശ്രീകാന്ത് ചേരുന്നുണ്ട്, മേഘ്ന മുരളിയും അവിടെ ഒപ്പമുണ്ട്. ശ്രീകാന്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ശ്രീകാന്ത്, MLA മാർ മടങ്ങിയോ? ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും വരെ ഒപ്പമുണ്ടാകും എന്ന ഉറപ്പ് അതാണ് UDF MLA മാർ നൽകിയിട്ടുള്ളതല്ലേ? കൃത്യമായി പറഞ്ഞാൽ നിലവിൽ ഇപ്പോഴും MLA മാർ ഇവിടെ തന്നെയുണ്ട്. ഇവരുമായി ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇവരുമായി സംസാരിക്കുന്നുണ്ട്. നിലവിൽ പ്രതിപക്ഷ നേതാവ് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. നിലവിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം മാധ്യമങ്ങളോടടക്കം ഇപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സമരസമിതിയിലെ ആളുകളുമായി ഒന്ന് സംസാരിക്കാം എന്ന് തോന്നുന്നു. രാവിലെ മുതൽ 11 മണി മുതൽ നിരാഹാര സമരത്തിലാണ് മന്ത്രി. അല്പസമയം മുമ്പും മന്ത്രിയോട് സംസാരിച്ച സമയത്ത് അത് കേന്ദ്ര മന്ത്രിയും ആരോഗ്യമന്ത്രിയുമായി അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ അത് ചർച്ച ചെയ്ത് പരിഹാരമാക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുവരെയും ഇവിടെ തന്നെ തുടരാൻ. പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവരിവിടെ നിന്ന് പോകേണ്ടിയിരുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്തിട്ട് വേണമായിരുന്നു പോകാൻ. അങ്ങനെയാണ് എല്ലാവരും പോവാറുള്ളത്. എന്താണ് സംഭവിച്ചത്? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ, മനഃപൂർവ്വ സന്ദർശനാനുമതി നിശ്ചയിച്ചാണോ എന്നറിയില്ല. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ അസംബ്ലിയിൽ ഫൈറ്റ് ചെയ്യുന്നത് പോലെ UDF പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഫൈറ്റ് ചെയ്യാം. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം, സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കണം. അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ തരത്തിൽ അവരുടെ ഡിമാൻഡ് എന്താ? 21,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. അതായത് 700 രൂപ എന്ന് പറയുന്നത് കേരളത്തിലെ അൺസ്കിൽഡ് വർക്കേഴ്സിന്റെ മിനിമം വേജാണ് കേരളത്തിൽ. അവർക്ക് അതിന്റെ പകുതി പോലും പൈസ കിട്ടുന്നില്ല, 300 രൂപ പോലും കിട്ടുന്നില്ല. ചെയ്യുന്ന ജോലി ഭാരമാണെങ്കിൽ വലുതാണ്. അതുപോലെ തന്നെയാണ് അംഗൻവാടി വർക്കേഴ്സിന്റെ. ഞാനിന്ന് അസംബ്ലിയിൽ അംഗൻവാടിക്കാർ ചെയ്യുന്ന ജോലിയുടെ മുഴുവൻ വിശദാംശങ്ങളും പറഞ്ഞു. ഒരു സ്ഥലത്തും ഇങ്ങനെ ജോലി ചെയ്യുന്നില്ല. എന്നിട്ടോ ശമ്പളം 3 പ്രാവശ്യം കൊടുക്കും മാസം. ഈ ഇൻസെന്റീവ്, ഈ തുച്ഛമായ ഇൻസെന്റീവ്, അത് തന്നെ അവിടുത്തെ കെട്ടിട വാടകയും കറണ്ടും ബില്ലും, പഴം മേടിക്കാൻ അല്ലെങ്കിൽ മുട്ട മേടിക്കാൻ, പാല് മേടിക്കാൻ, പച്ചക്കറി മേടിക്കാൻ എൻ്റെ അഡ്വാൻസ് ആ പാവങ്ങൾ കൊടുക്കണം. വളരെ ക്രൂരമായിട്ടാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഞങ്ങളെ വിഷമിപ്പിച്ചത് മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കൾ ഇവരെ പരിഹസിക്കുകയാണ്. ഈ സമരം ചെയ്യുന്നവർ പരിഹസിക്കുകയാണ്. എന്തിനാണ് സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്നത്? തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ആളുകളാണ് എന്നുള്ളതായിരുന്നു. പിന്നീട് ഒറിജിനലാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചു. ഇപ്പോൾ പറയുന്നത് 26,000-ൽ ഫലം വരുന്ന ആശാ വർക്കർമാരിൽ ഭൂരിഭാഗം ഞങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ്. എന്താണ്? അല്ല, ഒരാളും ഇവരുടെ ഒപ്പം ഇല്ല. ഇനിയിപ്പോ CPM അനുഭാവമുള്ള കുടുംബങ്ങളിലെ ആശാവർക്കർമാർ പോലും ഈ സമരത്തോടൊപ്പമാണ്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ ഈ സമരം ന്യായമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ നന്നായിട്ട് ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ജോലി ഭാരത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അവർ ചെയ്യുന്ന ജോലി നമ്മൾ വിഷമിക്കും. നമ്മൾ 12-14 മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. അതിന് ന്യായമായ പരിഹാരം കിട്ടണം അവരുടെ ഡിമാൻഡ്. അതുകൊണ്ടാണ് ഞാൻ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ പോയി കണ്ട് സന്ദർശിച്ച് ഇതിൻ്റെ അകത്ത് മുൻകൈ എടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ വകുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, ഞാൻ അങ്ങനെ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതായത് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് എന്നാണ് ആശാ വർക്കർമാരെ വിശേഷിപ്പിച്ചത് കേരളത്തിലെ. കോവിഡ് കാലത്ത് ഇതല്ലല്ലോ പറഞ്ഞത്. കോവിഡ് കാലത്ത് പലരും റോഡിൽ ഇറങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഈ റോഡിൽ ഈ പാവം സ്ത്രീകൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. കോവിഡ് ബാധിച്ച ഒരാൾ വന്ന് അടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ബഹളം ആളുകൾ ഉണ്ടാക്കുന്ന കാലത്ത് ഈ പാവപ്പെട്ടവരാണ് കോവിഡ് ബാധിച്ച വീടുകൾ കയറി ഇറങ്ങിയത്. കോവിഡ് മൂലം മരിച്ചവരുടെ ആളുകളുടെ ശവസംസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും എത്ര പേര് മരിച്ചുവെന്ന് ഈ മുഖ്യമന്ത്രി വൈകുന്നേരം 6 മണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? എത്ര പേർക്ക് പുതിയതായി രോഗം വന്നു എന്ന് ആ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി പറഞ്ഞതൊക്കെ ആര് ജോലി ചെയ്തിട്ടാ?
CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടാണോ? മുഖ്യമന്ത്രി വൈകുന്നേരം 6 മണിക്ക് വന്ന് നമ്മളോടൊക്കെ ഇത്രയും പേര് ഇന്ന് മരിച്ചു, ഇത്രയും പേർക്ക് രോഗം ഉണ്ടായെന്ന് പറഞ്ഞ് അതിപാവങ്ങള് ആ കാലത്ത് ജീവൻ പണയം വെച്ച് വീടുകൾ കയറി ഇറങ്ങിയിട്ടാണ്. അഹങ്കാരം പറയരുത്, അത്രയും ഞാൻ പറയുന്നത്. ഈ ചോദ്യത്തിന്റെ എന്റെ മറുപടി അതാ, അഹങ്കാരം പറയരുത്. പെർമിഷൻ ഇല്ലാതെയാണ് മന്ത്രി പോയതെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോവുകയും ഇത് ചർച്ചയ്ക്ക് പോകുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷം കരുതുന്നുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രി ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം ഇരിക്കുന്ന ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി എത്തിയതാണ് UDF MLA-മാർ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ് അത്തരത്തിൽ മാർച്ചുമായി എത്തിയത്. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് എന്തുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നേരിട്ട് കാണാൻ സാധിക്കാത്തത്, അപ്പോയിന്റ്മെന്റ് എടുക്കാതെയാണോ പോയത് എന്ന് തുടങ്ങിയ ചില ചോദ്യങ്ങൾ കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്.